Urbex Talksന്റെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വിംഗ് കമാൻഡർ വേണുഗോപാൽ സാറാണ്. ഹി ഹാസ് 22 years of experience in Air Force. Overall, he has 33 years of experience in aviation. Sir, welcome. Thank you. So, sir, my first question is, what is RTR and why is it essential for a pilot? RTR എന്ന് പറഞ്ഞാൽ ബേസിക്കൽ എക്സ്പാൻഷൻ. RTR റേഡിയോ ടെലിഫോണി റെസ്ട്രിക്റ്റഡ്, അതിൻ്റെ ഒരു ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന RTR-A എന്ന് പറയും, റേഡിയോ ടെലിഫോണി റെസ്ട്രിക്റ്റഡ് എയറോനോട്ടിക്കൽ. അതായത് പൈലറ്റിന് മാത്രമല്ല, അത് കവർ ചെയ്യുന്നത് പൈലറ്റ്സിനെയും എയർ ട്രാഫിക് കൺട്രോളേഴ്സിനെയും പിന്നെ ഫ്ലൈറ്റ് ഡിസ്പാച്ചേഴ്സ്, ചില എഞ്ചിനീയേഴ്സിൻ്റെ എയർക്രാഫ്റ്റ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഫോർ പൈലറ്റ്, ഒരു പൈലറ്റിന് നിങ്ങൾ CPL അപ്ലൈ ചെയ്യുന്നുണ്ട്. CPL ലൈസൻസ് കിട്ടണമെന്ന് വെച്ചാൽ, ഫൈനൽ ലൈസൻസ് കിട്ടണമെന്ന് വെച്ചാൽ ഈ ലൈസൻസ് മാൻഡേറ്ററി ആണ്. RTR-A ലൈസൻസ് അത് ബേസിക് പ്രൊസീജിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷനാണ്. ഒരു പൈലറ്റായിട്ട് നിങ്ങൾ പോകുമ്പോൾ എയർക്രാഫ്റ്റിൽ കയറി അതിൻ്റെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് നിങ്ങൾ യൂസ് ചെയ്യണം. ഒരു കൺട്രോളറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേറെ പൈലറ്റ്സായിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്യാനുള്ള ലൈസൻസാണ് ഈ RTR. അതിന് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഫ്രേസിയോളജി എന്ന് നമ്മൾ പറയും. നമ്മൾ സംസാരിക്കുന്നത് ആ രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ. അതിനുള്ള എക്സാമാണ് ഈ RTR-A എക്സാം. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ഒരു WPC എന്ന് പറഞ്ഞ് വയർലെസ് പ്ലാനിങ് കോർഡിനേഷൻ സെല്ലുണ്ട്. അവരാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് DGC. സോ എനിക്കുള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ആർ ദി മോസ്റ്റ് കോമൺ റേഡിയോ മിസ്റ്റേക്സ് ദാറ്റ് ആർ മെയ്ഡ് ബൈ പൈലറ്റ്സ്? ഈ റേഡിയോ ടെലിഫോണി കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ലൈസൻസ് കിട്ടിച്ചാൽ അതിൻ്റെ ഞാൻ പറഞ്ഞ മാതിരി സ്റ്റാൻഡേർഡ് ഫ്രേസിയോളജീസ് ഉണ്ട്. അപ്പോൾ കോമൺ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ അവർ ചില ഇൻഫർമേഷൻ മിസ് ഔട്ടായി, അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻ കൊടുക്കാൻ. അപ്പോൾ ഒരു റേഡിയോ കോൾ കൊടുക്കാൻ, ഫോർ എക്സാമ്പിൾ ഞാനൊരു പൊസിഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു കോളുണ്ട്. അതൊരു പൈലറ്റ് ഒരു പർട്ടിക്കുലർ ഫ്ലൈ ചെയ്യുമ്പോൾ, ഒരു റൂട്ടിൽ പറക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ ആ പൊസിഷൻ കൊടുക്കണം. അപ്പോൾ പൈലറ്റ് എന്താ വെച്ചാൽ ആദ്യത്തെ ചില മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ കോൾ ഔട്ട് ചെയ്യണത് ഏത് ഏജൻസിനെയാണ് വിളിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ കൺട്രോളിൽ കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിലേക്ക് നമ്മൾ പൊസിഷൻ, ഇപ്പോൾ കൊച്ചി കൺട്രോൾ, ദിസ് ഇസ് എയർ ഇന്ത്യ 430. അപ്പോൾ അങ്ങനെ ദിസ് ഇസ് എന്നൊന്നും ഇല്ല ശരിക്കും. അങ്ങനത്തെ മിസ്റ്റേക്സ് ചിലപ്പോൾ ഉണ്ടാക്കും. എയർ ഇന്ത്യ 430 അല്ലെങ്കിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ, ദിസ് ഇസ് എയർ ഇന്ത്യ 430. എല്ലാം മാറി മാറി ചില ആൾക്കാർ പൈലറ്റ്സ് അവർ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അവർ കൺട്രോളിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. അങ്ങനത്തെ മിസ്റ്റേക്സ് ഇല്ല. പിന്നെ ഫ്ലൈറ്റ് ലെവൽ പറയുമ്പോൾ ഫ്ലൈറ്റ് ലെവലിൽ അത് നമ്മൾ എന്ത് ലെവലാണ് പറയുന്നത്, എങ്ങനെയാണ് പറയേണ്ടത്, അതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഫ്ലൈറ്റ് ലെവൽ 200 എന്നാണ്, ഫ്ലൈറ്റ് ലെവൽ 210, അതിലൊക്കെ 210 എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ ചില മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്. അപ്പോൾ അത് ആക്സിഡൻറ്റിൽ റിസൾട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് സ്വതവേ മിസ്റ്റേക്സ് ഉണ്ടാക്കുക പൈലറ്റ്. ഈ ലോങ് കോൾസ് വരുമ്പോൾ അവർ ചില ഇൻഫർമേഷൻ കൊടുക്കാൻ മിസ് ഔട്ട് ആവും. അത് രണ്ട് സൈഡിൽ നിന്ന് ആവും, കൺട്രോളറിൻ്റെ സൈഡിൽ നിന്ന് ആവും, പൈലറ്റിൻ്റെ സൈഡിൽ നിന്ന് ആവും. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്സാണ് പൊതുവേ ഉണ്ടാവാറ്. ബട്ട് ആസ് ആൻഡ് വെൻ എക്സ്പീരിയൻസ് ഉള്ള കൂടുമ്പോൾ ദേ വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ് ആൻഡ് ദേ വിൽ നോട്ട്. ഇനീഷ്യൽ സ്റ്റേജസിലാണ് ജാസ്തി മിസ്റ്റേക്ക് ഉണ്ടാകാനുള്ള ചാൻസസ്. അതുകൊണ്ടാണ് ഈ എക്സാം എഴുതുമ്പോൾ നമ്മൾ അത് പഠിച്ച് നമുക്കതിൻ്റെ ഒരു പെർഫെക്ഷൻ മാതിരി വരണം. അപ്പോൾ നമ്മൾ പോയി പ്ലെയിൻ പറപ്പിക്കുമ്പോൾ അതേ RT നമുക്ക് വെർബാറ്റുമായിട്ട് വരും. ഒരു നാച്ചുറലായിട്ട് നമ്മൾ നോർമൽ സംസാരിക്കുന്ന മാതിരി തന്നെ അത് വരും. താങ്ക് യു സർ. സർ, എൻ്റെ ഡൗട്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇഫ് ഇൻ കേസ് ഒരു പ്ലെയിൻ ഹൈജാക്ക് ആയി കഴിഞ്ഞാൽ ATCനെ എങ്ങനെയാണ് പൈലറ്റ് കോൺടാക്ട് ചെയ്യുക വിത്തൗട്ട് ദ ഹൈജാക്കേഴ്സ് നോയിങ്? വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്താ വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഒരു ഹൈജാക്കർ വന്നു പറഞ്ഞാൽ അവർക്ക് ഏവിയേഷനെ പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല. ഒരു തോക്കെടുത്തു അല്ലെങ്കിൽ ബോംബെടുത്ത് ഉള്ളിൽ കയറി എന്നിട്ട് ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞു ഇപ്പോൾ അതിൽ കോക്ക്പിറ്റിൻ്റെ ഉള്ളിൽ പോയി. അപ്പോൾ ദർ ആർ സെറ്റ് സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ഉണ്ട് പൈലറ്റിന് ഇൻഫോം. ഒന്ന്, ഇന്നത്തെ ഒരു ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻ്റ് ഉണ്ട് ഓൺ ബോർഡ് ദി എയർക്രാഫ്റ്റ്. ആ ട്രാൻസ്പോണ്ടറിൽ ഒരു കോഡാണ് ഫീഡ് ചെയ്യുക. ഫോർ ഹൈജാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് സ്ക്വാഡ് കോഡ് ഉണ്ട് 7500. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സൗണ്ടും ഇല്ല, നമുക്ക് ഇവിടെ ഒന്നും അറിയില്ല, അവർക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. കൺട്രോളറിൻ്റെ റഡാർ സ്ക്രീനിൽ ആ പർട്ടിക്കുലർ എയർക്രാഫ്റ്റിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്, അത് ഫ്ലാഷ് ആവാൻ തുടങ്ങി 7500 എന്ന് കാണിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോളറിന് മനസ്സിലാവും ഹൈജാക്ക് ആയിട്ടുണ്ട് എയർക്രാഫ്റ്റിന്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റിൻ്റെ ആവശ്യം. പക്ഷേ ഇന്നത്തെ ഹൈജാക്കേഴ്സ് കുറേ കൂടി സ്മാർട്ടായിട്ടുണ്ട്. അവർക്ക് അറിയാം ഒരു ട്രാൻസ്പോണ്ടറിൻ്റെ യൂസൊക്കെ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. പിന്നെ അതല്ലാതെ വേറൊരു മെത്തേഡിന് പണ്ട് ദേ കുഡ് ഡു എ ലെഫ്റ്റ് ടേൺ, ഒരു ലെഫ്റ്റ് 45 degrees ടേൺ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഒരു ട്രയാങ്കിൾ പോലെ
45 degrees ലെഫ്റ്റ് ടേൺ, പിന്നെയും 45 degrees ലെഫ്റ്റ് ടേൺ, പിന്നെയും 45 degrees അങ്ങനെ ചെയ്യുമ്പോൾ ഒരു എമർജൻസീൻ്റെ ഒരു സിമ്പിളാണത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും പക്ഷേ അതേ പെട്ടെന്ന് തിരിഞ്ഞാൽ ഹൈജാക്കറിന് മനസ്സിലാവും. സോ പൈലറ്റ് ഹാസ് ടു ബി വെരി സ്മാർട്ട് ആൻഡ് പ്ലേ ഇറ്റ് ലൈക്ക് ദാറ്റ്. സംടൈംസ് ഹി ഈസ് നോട്ട് അലൗഡ് ടു ടെൽ. ചിലപ്പോൾ ഹൈജാക്കർ തന്നെ റേഡിയോ എടുത്തിട്ട് പറഞ്ഞു തന്നു വരും ഞാൻ ഹൈജാക്ക് ചെയ്തു. പക്ഷേ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ പൈലറ്റ് ഹാസ് ടു ബി കെയർഫുൾ ആൻഡ് ജസ്റ്റ് ഗിവ് സം ഇൻഡിക്കേഷൻ ദറ്റ് ഹി ഈസ് അണ്ടർ സ്ട്രെസ്. അതാണ് പൈലറ്റിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നമുക്കൊരു സ്ട്രെസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കോൾ എങ്ങനെ ചെയ്താൽ അപ്പോൾ കൺട്രോളറിന് മനസ്സിലാവും ഇത് നോർമൽ കോൾ അല്ല, സംതിങ് റോങ് ഇസ് ഹാപ്പനിങ് ഇൻ ദ കോക്പിറ്റ്. സോ ദേ വിൽ ബിക്കം അലേർട്ട് ആൻഡ് അറ്റ് നോ ടൈം that controller should ask whether he is being hijacked. Then it will become very worse. So that is why a controller is also taught. Suppose you have to play by the situation and see and listen what the pilot is telling. Adana controller. So pilot has to give some smart calls which are not regular calls, which will give an indication to the controller that something is wrong. That is the way. Sir, അതുപോലെ തന്നെ can you explain why the pilot should be precise with their communication with ATC? Aviation world ഇപ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുക കൺജസ്റ്റഡ് സ്പേസാണ്. പണ്ടത്തെ കാലത്ത് എയർ സ്പേസ് നല്ലോണം ഉണ്ട്, കുറച്ച് പ്ലെയിൻസ് ഉണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഏവിയേഷൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്പർ ഓഫ് പ്ലെയിൻസ് ഇൻ ദ എയർ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഒരു പൈലറ്റ് പറക്കുന്നത് ഒരു പ്ലെയിനാണ്, പക്ഷേ ആ എയർ സ്പേസിൽ ചിലപ്പോൾ 30, 40, 100 എയർക്രാഫ്റ്റ് ഉണ്ടാവും. അത് ഓരോരോ ഏരിയ പുറത്താണ്. എയറോഡ്രോമിൻ്റെ അടുത്ത് വന്നാൽ എയർക്രാഫ്റ്റ് കുറയും. പക്ഷെ എന്നാലും ഒരു ബിസി എയർപോർട്ട്, ഹീത്രൂ പോലെ ഒരു എയർപോർട്ട്, ന്യൂയോർക്ക്, ഇന്ത്യയിൽ തന്നെ ഡൽഹി, ബോംബെ, അവിടെയൊക്കെ വിത്തിൻ എ മിനിറ്റ് ദർ ആർ ടേക്ക് ഓഫ്സ് ആൻഡ് ലാൻഡിങ് ഹാപ്പനിങ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്രിട്ടിക്കലാണ് നമ്മൾ എന്താ സംസാരിക്കണം. അതുകൊണ്ടാണ് ഈ RTRനെ തുടങ്ങിയിരിക്കുന്നത്. എന്താ വെച്ചാൽ സ്റ്റാൻഡേർഡ് റേഡിയോ ടെലിഫോണിൽ സംസാരിച്ചാലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണ് കൺവേ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് പ്രിസൈസ് ആയിട്ട് അത് പൈലറ്റ് സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിച്ച് എന്താണ് വേണം, എനിക്ക് ലെവൽ ക്ലൈംബ് വേണം. അപ്പോൾ കോൾ ചെയ്യും, മുംബൈ കൺട്രോൾ എയർ ഇന്ത്യ 430 റിക്വസ്റ്റ് ക്ലൈംബ് ടു ഫ്ലൈറ്റ് ലെവൽ 330. സിമ്പിൾ കോൾ, അത്രയേ കാണുള്ളൂ. ഐ വാണ്ട് ടു ക്ലൈംബ് ടു 33,000 അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം? ബിക്കോസ് അതേ സമയത്ത് ദർ ആർ അതർ എയർക്രാഫ്റ്റ് വെയിറ്റിംഗ് ടു ഡിസെൻഡ് ഓർ ക്ലൈംബ് ഓർ ചേഞ്ച് കോഴ്സ്. എല്ലാവർക്കും സംസാരിക്കണം. And controller has to control all aircraft and control. So unless he gets information, it is difficult. So pilot is using the standard radio telephony. Pilot and controller understand. Then it is very precise that what is the request, what is the intention. Same way the clearance given also has to be. That is the importance of clarity. സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് സംസാരിക്കണം. അപ്പം നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ മൈക്ക് യൂസ്, ബേസിക് മൈക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡിലല്ല, ഒരു ബട്ടൺ ഉണ്ട്, PTT എന്ന് പറഞ്ഞു, പ്രസ് ടു ട്രാൻസ്മിറ്റ്. നമ്മൾ വോക്കി ടോക്കിയിലൊക്കെ കണ്ടിട്ടുണ്ടോ, അത് സംസാരിച്ചിട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് സംസാരിക്കാൻ വിടുക. അതിൻ്റെ ട്രാൻസ്മിഷൻ ടെക്നിക് എന്ന് പറയും. നമ്മൾ PTT പ്രസ് ചെയ്യുക, വെയിറ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക, കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ സംസാരിക്കുന്നതിന് മുമ്പേ പൈലറ്റ് ഹാസ് ടു ലിസൺ ടു വെദർ സം അതർ പൈലറ്റ് ഇസ് ട്രാൻസ്മിറ്റിംഗ് ഓർ എനി അതർ കൺട്രോളർ ഇസ് ട്രാൻസ്മിറ്റിംഗ്. അത് നമ്മൾ ചിലപ്പോൾ ഇൻറ്ററപ്റ്റ് ചെയ്തെന്ന് വരും. വേറൊരു കോൾ, ഒരു എമർജൻസി കോളിനെ ഇൻറ്ററപ്റ്റ് ചെയ്താൽ ആ എമർജൻസി എയർക്രാഫ്റ്റിനെ പിന്നെ സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ദാറ്റ് ഇസ് വൈ ബ്രെവിറ്റി ആൻഡ് ക്ലാരിറ്റി, ബ്രീഫായിട്ടിരിക്കണം. അതിനാണ് സ്റ്റാൻഡേർഡ് റേഡിയോ ടെലിഫോൺ. സംസാരം ക്ലിയർ ആയിട്ടിരിക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് റേഡിയോ ടെലിഫോൺ യൂസ് ചെയ്യുമ്പോൾ ആ കൺഫ്യൂഷനൊക്കെ മാറും. അതാണ് വേൾഡിൽ വേറെ വേറെ റീജിയൻസിൽ നിന്ന് ആൾക്കാർ ഫ്ലൈ ചെയ്യുന്നുണ്ട്. റഷ്യൻസ് ഫ്ലൈ ചെയ്യുന്നുണ്ട്, ഫ്രഞ്ച് ഫ്ലൈ ചെയ്യുന്നുണ്ട്, ഇന്ത്യൻസ് വേറെ വേറെ സ്റ്റേറ്റിൽ നിന്ന് ഫ്ലൈ. അപ്പോൾ എല്ലാവർക്കും ആക്സെൻ്റ് ഉണ്ടാവും. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് റേഡിയോ ടെലിഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവണം തക്കോണത്തിലാണ്. അതിൽ ഇൻബിൽറ്റ് ആണ് ഈ ബ്രെവിറ്റി, ക്ലാരിറ്റി. ഇൻ അഡീഷൻ പൈലറ്റ് ഓർ കൺട്രോളർ ഓൾസോ ഹാസ് ടു യൂസ് ദോസ് ടെക്നിക്സ്. ഓക്കെ, താങ്ക് യു സർ. സർ, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ക്യാൻ യു ഷെയർ എ എക്സ്പീരിയൻസ് വെയർ lack of radio telephony caused an accident? lack of radio telephony causing an accident എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടില്ല. ബട്ട് ഐ ക്യാൻ നരേറ്റ് an incident where radio telephony പോയി എന്ന് പറഞ്ഞാൽ, യു സെയിങ് lack of radio telephony or wrong radio telephony has resulted. So lack അല്ല, ശരിക്കും lack എന്ന് പറഞ്ഞാൽ wrong radio telephony ആണ്. ഒരു വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്. ടെനറിഫി എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. ഇറ്റ് ഈസ് ഇൻ ദി കേമൻ ഐലൻഡ്സ്. അത് നോർത്ത് വെസ്റ്റ്, ആഫ്രിക്കൻ്റെ നോർത്ത് വെസ്റ്റിൽ സ്പെയിനിൻ്റെ കീഴിൽ വരുന്ന ഒരു ഐലൻഡ്സാണ്.
അപ്പോൾ ടെനർഫി എന്ന് പറഞ്ഞിട്ട് ദിവസം ഇൻസിഡൻറ്റ് ആ എയർപോർട്ടിൽ ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ ടാക്സി ഔട്ട് ചെയ്യായിരുന്നു. വേറൊരു പ്ലെയിൻ വാസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ടാക്സിങ് വിത്ത് ഓൾ രണ്ടും ഫുൾ വിത്ത് പാസഞ്ചേഴ്സ്. സോ നാച്ചുറലി ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഫുൾ ഫ്യൂവൽ ഉണ്ടാവും. അപ്പോൾ വിസിബിലിറ്റി അന്ന് കുറച്ചൊരു കുറവായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫോഗ് മാതിരി ഉണ്ടായിരുന്നു, വല്ലാതെ ഇല്ല. ആൻഡ് ദ റൺവേൻ്റെ ഷേപ്പ് വാസ് ലൈക്ക് ഇങ്ങനെ ഒരു ബോ പോലെ. അപ്പോൾ ഒരു എൻഡിലിരുന്നാൽ ചിലപ്പോൾ ആ എൻഡിൽ മറ്റേ എൻഡിൽ കാണില്ല ബിക്കോസ് ഓഫ് ദ കർവേച്ചർ. എനിവേ ഈ ടാക്സിങ് ഔട്ട് എയർക്രാഫ്റ്റ് ഒന്ന് പോകുമ്പോൾ റൺവേൻ്റെ അടുത്ത് എത്തി ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഇതിൽ ആണ് നാച്ചുറലി. മറ്റേ പ്ലെയിൻ വാസ് ടാക്സിങ് ബാക്ക് ടു ദർ ക്രോസിംഗ് വിത്ത്. അപ്പോൾ അയാൾ ഈ റിക്വസ്റ്റഡ് പെർമിഷൻ ടു ക്രോസ് ദ റൺവേ വിച്ച് വാസ് ഗ്രാൻറ്റഡ്. ദ പൈലറ്റ് ഹു വാസ് അബൌട്ട് ടു ടേക്ക് ഓഫ് ആസ്ക്ഡ് ഫോർ പെർമിഷൻ ടു ലൈൻ അപ്പ്. അപ്പോൾ കൺട്രോളർ ഗേവ് എ കോൾ ടു ലൈൻ അപ്പ് ആൻഡ് ഹോൾഡ്. പറഞ്ഞാൽ ഹോൾഡ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ റേഡിയോ ടെലിഫോൺ യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഈ പൈലറ്റ് കേട്ടത് ലൈൻ അപ്പ് ആൻഡ് റോൾ എന്നാണ്. ഹോൾഡ് റോൾ ഇസ് വെരി ക്ലോസ് അല്ലേ? ബിക്കോസ് കുറച്ച് ക്ലാരിറ്റി പോയാൽ ആ ഇതിൽ എന്താ പറ്റി വെച്ചാൽ ദി പൈലറ്റ് ഹി വാസ് നോട്ട് സപ്പോസ് ടു ടേക്ക് ഓഫ് ആൻഡ് ഹി കുഡൻ സീ ദറ്റ് ദസ് അതർ എയർക്രാഫ്റ്റ് വാസ് ക്രോസിംഗ്. ഹി സ്റ്റാർട്ടഡ് ദ ടേക്ക് ഓഫ് റോൾ ആൻഡ് അത് കഴിഞ്ഞിട്ട് കാണാം ഇറ്റ് വാസ് ടു ലേറ്റ് ഫോർ ബോത്ത് ഓഫ് ദം. ദ അതർ ചാപ്പ് കുഡ് നോട്ട് ക്രോസ് ദ റൺവേ, ദിസ് ഫെലോ കുഡ് നോട്ട് സ്റ്റോപ്പ്. And the aircraft crashed on the runway and more than 500 people died on the runway. Unfortunate incident. So wrong non-standard RT എന്ന് പറയുന്നു. Lot of അത് പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ കുറേ നോൺ സ്റ്റാൻഡേർഡ് RT റേഡിയോ ടെലിഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ക്രാഷ് ഉണ്ടായിരുന്നു കാഠ്മണ്ഡുവിൻ്റെ അടുത്ത്, സിമിലർ നോൺ സ്റ്റാൻഡേർഡ് റേഡിയോ ടെലിഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ബ്രെവിറ്റിനെയും ക്ലാരിറ്റിനെ പറ്റി പറഞ്ഞു. നോൺ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി പോയി. അത് കഴിഞ്ഞിട്ട് ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഐക്കോ അതിൻ്റെ മാറ്റി, ആ റേഡിയോ ടെലിഫോണിൻ്റെ ഫ്രേസിയോളജി തന്നെ മാറ്റി ലൈനപ്പ് ആൻഡ് ഹോൾഡ് യൂസ് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് ലൈനപ്പ് ആൻഡ് വെയിറ്റ് ആക്കി ആ കോളിനെ. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ല. സോ ദാറ്റ് ഇസ് വൺ എക്സാമ്പിൾ. I eagerly wanted to ask this question. What's your advice for building the confidence on radio? Firstly, when you are going to be a pilot, നിങ്ങൾക്ക് ആദ്യം വേണ്ടത് കമ്മ്യൂണിക്കേഷൻ, അത് ക്ലാരിറ്റി. നിങ്ങൾ തന്നെ ചോദിച്ച ചോദ്യമല്ലേ, ബ്രെവിറ്റി, ക്ലാരിറ്റി. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ റേഡിയോ ടെലിഫോണിൽ നിന്നുള്ള ഫ്രേസിയോളജീസൊക്കെ നമ്മൾക്ക് കാണാപ്പാഠം, ഏകദേശം കാണാപ്പാഠം അറിയണം. സ്റ്റാൻഡേർഡ്, നത്തിങ് ഡിഫിക്കൾട്ട്. ഏത് സമയത്താണ് ഏത് കോൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻസ് വരും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് വരും. പിന്നെ ആസ് എ പൈലറ്റ്, നിങ്ങൾ പൈലറ്റ് ആവാൻ പോകുമ്പോൾ ഒരു പൈലറ്റ് ഫ്ലൈ എയർക്രാഫ്റ്റ്, ഇത്ര വലിയൊരു എയർക്രാഫ്റ്റിനെ ഫ്ലൈ ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. സോ സെയിം തിങ്. സോ ഓട്ടോമാറ്റിക്കലി യുവർ കോൺഫിഡൻസ് വിൽ ബിൽഡ് അപ്പ്. സ്പെസിഫിക് ടെക്നിക് ഒന്നുമില്ല, നിങ്ങളെ സെൽഫ് കോൺഫിഡൻ്റ് ആവണം, പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് എന്താ ഏത് സമയത്താണ് സംസാരിക്കണമെന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. ഇപ്പോൾ പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്യാൻ മുമ്പ് നിങ്ങൾക്ക് എന്തൊക്കെ ചെക്സ് ചെയ്യേണ്ടതെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആദ്യത്തെ സമയത്ത് തപ്പലുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറൽ ആവും അല്ലേ? ആദ്യത്തെ 100 hours നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും ഏത് സ്വിച്ച് എവിടെയാണെന്ന്. ഒരു 1000 hours കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, നേരെ ടക്ക് സ്വിച്ച് ഇട്ടു, ഇതിട്ടു, അത് ചെയ്തു. അതേപോലെയാണ് സംസാരവും. സോ ദാറ്റ് ഇസ് ഹൗ യു കൻ ബിൽഡ് അപ്പ് യുവർ കോൺഫിഡൻസ്. Sir, if you could give advice for the students who are preparing for RTR, what would be? So my advice would be that നിങ്ങൾ RTRന് അപ്പിയർ ചെയ്യാണ്, ജസ്റ്റ് ലൈക്ക് യു ആർ അപ്പിയറിംഗ് ഫോർ അതർ CPL എക്സാം. ഫോക്കസ് ഉണ്ടാവണം. ആൻഡ് RTR എന്ന് പറഞ്ഞൊരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പേപ്പറാണ്. DGCAൻ്റെ കീഴിലല്ല ഇപ്പോൾ, ഇത് കമ്മ്യൂണിക്കേഷൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ നമ്മളെല്ലാം അറിയണം, എന്തൊക്കെയാണ് എക്സാമിൻ്റെ രീതി അറിയണം, എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്. അപ്പോൾ നമ്മളൊരു റോ ആയിട്ട് പോയാൽ ഫെയിൽ ചെയ്യാനുള്ള ചാൻസസ് ജാസ്തിയാണ്. ഐഡിയലി ഒരു അക്കാഡമി, എവിടെയെങ്കിലും പഠിപ്പിക്കുന്ന കുറേ അക്കാഡമീസ് ഉണ്ട്, അവർക്ക് എക്സ്പീരിയൻസും ഉണ്ട്, അവർക്കറിയാം എങ്ങനെയാണ് പേപ്പർ വരാൻ പോകുന്നത്, എന്താണ് പാറ്റേൺ എന്ന്. അങ്ങനെ വെച്ച് പോകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഗൈഡൻസിന് പോകാം. ഇത് നോർമൽ ഒരു സബ്ജക്റ്റ് എഴുതുന്ന മാതിരിയല്ല. എന്താ വെച്ചാൽ കെമിസ്ട്രി സബ്ജക്റ്റ് നമുക്ക് പഠിച്ചു പോകാം. പക്ഷെ ഇത് RTR എക്സാമിന് ഒരു പെർട്ടിക്കുലർ മെത്തഡോളജി ഉണ്ട്. ആദ്യത്തെ പാർട്ട്, സെക്കൻഡ് പാർട്ടിന് പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ നമുക്ക് രീതി അറിഞ്ഞാൽ അവിടെ പോയി, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി തപ്പിക്കൊണ്ടിരിക്കും. സോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ എക്സാം ഇസ്, സബ്ജക്ട്സിൻ്റെ നോളജ്, എങ്ങനെയാണ് പ്രൊസീജിയർ, അവിടെ പോയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ഓൺലി വേ. So ideally, I would suggest someone they should go for some training, professional training കിട്ടിയാൽ at least you have an idea how to go about it. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പോയി ചെയ്യണത്, you have to be exceptionally good to clear it in the first time.
കുറച്ച് ഗൈഡൻസ് ഉണ്ടെങ്കിൽ യെസ് യു വിൽ നോ വാട്ട് ടു സ്റ്റഡി, വാട്ട് ടു എക്സ്പെക്ട് ഇൻ ദ എക്സാം ആൻഡ് ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ്. ദെൻ ഇറ്റ് ബിക്കംസ് ഈസിയർ. ഓക്കെ, ദെൻ ഫോക്കസ് ഓഫ് കോഴ്സ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഐ ഫീൽ നിങ്ങൾക്കിപ്പോൾ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസർ ആയിട്ടുണ്ടാവും അല്ലേ? റേഡിയോ ടെലിഫോണിനെ പറ്റിയിട്ടും RTRനെ പറ്റിയിട്ടും വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇനിയും നമ്മൾ സെഷൻസ് വെച്ചിട്ട് ഇനിയും നമ്മളുടെ കുറേയും ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ കുറേയും കൂടിയും നോളജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ഫോർ ദ സെഷൻ. താങ്ക് യു.